ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 7.2-ലെ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ ഫിഗർ 7.12 തന്നിട്ടുണ്ട്. ഈ ഫിഗർ പ്രകാരമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ടു കണ്ടക്ട് സ്പോർട്സ് ഡേ ആക്ടിവിറ്റീസ് in your rectangular shaped school ground ABCD, line have been drawn with chalk powder at a distance of 1 meter each. 100 flower pots have been placed at a distance of 1 meter from each other along AD. അപ്പോൾ ഫ്ലവർ പോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. As shown in figure, Niharika runs 1/4 the distance AD on the second line and posts a green flag. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഫ്ലാഗ് ഈ സെക്കൻഡ് ലൈനിൽ നിന്നും പുറപ്പെട്ട് 1/4 ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ 100 ഫ്ലവർ പോട്ട്സ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 100ന്റെ 1/4 പാർട്ടാണ് അവിടെയാണ് ഗ്രീൻ ഫ്ലാഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് റൺസ് 1/5 the distance AD on the 8th line and posts a red flag. അപ്പോൾ 8th ലൈനിൽ പോയിട്ട് 1/5 the distance 100ന്റെ 5-1 ഭാഗം ഡിസ്റ്റൻസ് പോയിട്ട് 8th ലൈനിൽ റെഡ് ഫ്ലാഗും വെച്ചു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ദ ഫ്ലാഗ്? അപ്പോൾ ഈ രണ്ട് ഫ്ലാഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇഫ് രശ്മി ഹാസ് ടു പോസ്റ്റ് എ ബ്ലൂ ഫ്ലാഗ് എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ the line segment joining the two flags, where should she post her flag? അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിൻ്റെ മിഡ് പോയിന്റിലാണ് ബ്ലൂ ഫ്ലാഗ് വെക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും എവിടെയാണെന്ന് അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. ലെറ്റ് എ ആസ് ഒറിജിൻ A 0 0 എന്നെടുക്കാം. എക്സ് ആക്സിസ് AB, ഗ്രീൻ ഫ്ലാഗ് ഇൻ ദ സെക്കൻഡ് ലൈൻ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം AB ഈക്വൽ ടു 1/4 ഇൻറ്റു ഇവിടെ ഫ്ലവർ പോട്ട്സ് വെച്ചേക്കുന്നത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 എണ്ണമാണുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 100 ആണ്. അപ്പോൾ AB 1/4 ഇൻറ്റു 100 ആണ്, ഈക്വൽ ടു അത് 25 മീറ്റർ ആണ്. അത് സെക്കൻഡ് ലൈനിലാണ്. അപ്പോൾ നമുക്കിവിടെ ഈ പോയിന്റിന് G എന്ന് പേര് കൊടുക്കാം. G ആ പോയിന്റ് കോർഡിനേറ്റ്സ് ഇവിടെ 1 2 ആണ് എക്സ് കോർഡിനേറ്റ്. അപ്പോൾ 225 എന്ന് കൊടുക്കാം. ഇനി റെഡ് ഫ്ലാഗ് ഈസ് ഇൻ ദ 8th ലൈൻ. അതുപോലെ അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം AB ഈക്വൽ ടു അത് 1/5 ഇൻറ്റു 100 ആണ്, ഈക്വൽ ടു അത് 20 മീറ്റർ ആണ്. ഇതിന് R എന്ന് കൊടുക്കാം. ഈ കോർഡിനേറ്റ് R. ആറിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ 8ാമത്തെ ലൈനിലാണ്. അപ്പോൾ 8 20 എന്നും കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ബിറ്റ്വീൻ G ആൻഡ് R. അപ്പോൾ നമുക്ക് GR എന്നെടുത്താൽ ഈ Gയും Rഉം കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടുന്ന ആ പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8 മൈനസ് 2 ഹോൾ സ്ക്വയർ. 8 × 2 ആണ് എക്സിന്റെ കോർഡിനേറ്റ്സ്. 20 മൈനസ് 25 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8 മൈനസ് 2 6 റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 പ്ലസ് 20 മൈനസ് 25 മൈനസ് 5ന്റെ സ്ക്വയർ 25 ഈക്വൽ ടു റൂട്ട് ഓഫ് 61 മീറ്റർ ആണ് GRന്റെ ലെന്ത്. അതായത് G മുതൽ R വരെ Gയും Rഉം ആ പോയിന്റ് ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും കുത്തിയ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്.
ഇനി നമുക്ക് വേണ്ടത് ബ്ലൂ ഫ്ലാഗ്. ബ്ലൂ ഫ്ലാഗ് ഈസ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് GR ആണ്. GRന്റെ മിഡ് പോയിന്റിലാണ്. അപ്പൊ നമുക്ക് അവിടെ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കാം. മിഡ് പോയിന്റ് ഓഫ് GR x1 plus x2 by 2, y1 plus y2 by 2, 2 plus 8 by 2, 25 plus 20 by 2 equal to 2 plus 8 10, 10 divided by 2 5, 25 plus 20 by 2, അതായത് 22.5. ഇതാണ് മിഡ് പോയിന്റ്, GRന്റെ മിഡ് പോയിന്റ്. അവിടെയാണ് ബ്ലൂ ഫ്ലാഗ് ഉള്ളത്. അപ്പം ഈ ബ്ലൂ ഫ്ലാഗിന്റെ എക്സ് കോർഡിനേറ്റ് 5 ആണ്, അതായത് 5th ലൈനിലാണ് ഇത് ഉള്ളത്. അതുപോലെ AB-യിൽ നിന്നും 22.5 മീറ്റർ അകലെയാണ് ഉള്ളത്. ദ ബ്ലൂ ഫ്ലാഗ് ഈസ് ഇൻ ദ 5th ലൈൻ at a distance 22.5 meter, the direction parallel to AD ആണ്. ADക്ക് പാരലൽ ആണ് 5th ലൈനിൽ AB-യിൽ നിന്നും 22.5 മീറ്റർ അകലെയാണ് ബ്ലൂ ഫ്ലാഗ് ഉള്ളത്. നമുക്ക് ഫിഗറിൽ ഒന്നുകൂടെ നോക്കാം. 5th ലൈനിലാണ്, പിന്നെ നടുക്കായിരിക്കും ഉണ്ടാവുക. ഏകദേശം ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ ബ്ലൂ ഫ്ലാഗ് ഉണ്ടാവുക. 5th ലൈനിൽ, അപ്പം കോർഡിനേറ്റിൽ എക്സ് ആക്സിൽ 5, വൈ ആക്സിൽ വരുന്നത് 22.5. ഈ പോയിന്റിലായിരിക്കും ബ്ലൂ ഫ്ലാഗ് ഉണ്ടാവും. നമ്മളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസും കണ്ടുപിടിച്ചു. അപ്പോൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി.